Hi friends, welcome back to FTA Vlog. FTA Vlog in the episode evarkum swagatham. എല്ലാവരും മാർച്ച് 16 മുതൽ തുടങ്ങുന്ന പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ പരീക്ഷ നിങ്ങളെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ളത്. നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ടെൻഷനും അടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വളരെ ലളിതമായി ഈ കോവിഡ് കാലത്തെ നമ്മൾ അതിജീവിക്കുന്നത് പോലെ നമ്മുടെ എക്സാമും വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പറ്റും. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ രീതിയിലേക്ക് നിങ്ങളെ സജ്ജരാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ചാപ്റ്ററിലെയും ഫോക്കസ് പോയിന്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഫോക്കസ് പോയിന്റ് ആണ്. ഒന്നാമത്തെ ഫോക്കസ് പോയിന്റ് ആണ് അമോണിയ. അപ്പോൾ അമോണിയയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് കേൾക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് അമോണിയ? നമുക്കറിയാം എയറിലും സോയിലിലൊക്കെ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് അമോണിയ എന്ന് പറയുന്ന NH3. യെസ്, ഈ NH3 എന്ന് പറയുന്നത് യൂറിയ എന്ന് പറയുന്ന NH2CO NH2 എന്ന് പറയുന്ന ഓർഗാനിക് നൈട്രോജീനിയസ് മാറ്ററിൻ്റെ DK മുഖേന നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. NH2CO NH2 എന്ന് പറയുന്ന യൂറിയയുടെ DK മുഖേന നമുക്ക് അമോണിയ ഉണ്ടാക്കാം. അപ്പോൾ യൂറിയ എന്ന് പറഞ്ഞാൽ NH2CO NH2 ആണ്. അത് വാട്ടറുമായി കൂടിച്ചേർന്ന് അമോണിയം കാർബണേറ്റ് ഉണ്ടാകുന്നു. ആ അമോണിയം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് അമോണിയ ഉണ്ടാകുന്നത്. ഈ ഇക്വേഷൻ പ്രകാരം അമോണിയം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? അമോണിയ ഉണ്ടാകുന്നു. ഇനി നമ്മൾ സ്മോൾ സ്കെയിലിൽ വളരെ കുറച്ച് അമോണിയ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അമോണിയയുടെ സാൾട്ട് എടുക്കുക. അമോണിയയുടെ സാൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമോണിയ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് ഉണ്ടാവുന്നുണ്ട്. അമോണിയ സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന സാൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന അമോണിയയുടെ സാൾട്ട് ലൈം വാട്ടർ എന്ന് പറയുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അമോണിയ ഈ കാണുന്ന ഇക്വേഷൻ പ്രകാരം ഉണ്ടാകും. അപ്പോൾ അമോണിയം ക്ലോറൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? അമോണിയ ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ? ഓക്കെ, അതുപോലെ അമോണിയം സൾഫേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോഴും എന്തുണ്ടാവുന്നുണ്ട്? അമോണിയ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വളരെ സ്മോൾ സ്കെയിലിൽ വളരെ കുറച്ച് അമോണിയ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അമോണിയ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ എല്ലാവരും ഒന്ന് എഴുതി പഠിക്കുക. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ട് ലാർജ് സ്കെയിലാണ് അമോണിയ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അത് നിർമ്മിക്കേണ്ടത്. ഈ ഹേബർ പ്രോസസ്സിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് N2+3H2 gives 2NH3 എന്നുള്ള ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ N2+3H2 gives 2NH3 സെമിക്കോളൻ ഡെൽറ്റ FH = -46.4 കിലോജൂൾ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലായി. മാത്രമല്ല ഫോർവേഡ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അമോണിയ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഇക്വിലിബ്രിയം ആകുന്ന ഒരു റിയാക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ലോ ആണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ലോ ടെമ്പറേച്ചർ ചൂസ് ചെയ്യണം. ലോ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ ഫീസിബിൾ ആവില്ല. അതുകൊണ്ട് കുറച്ച് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉപയോഗിക്കണം. അതാണ് 700 കെൽവിൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 700 കെൽവിൻ ലോ ടെമ്പറേച്ചർ. അതുപോലെ പ്രഷർ ഫോർവേഡ് റിയാക്ഷനിലെ നമ്പർ ഓഫ് മോൾസ് കുറയുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഹൈ പ്രഷർ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഹൈ പ്രഷറായ 200 × 10⁵ പാസ്കൽ അല്ലെങ്കിൽ 200 ATM പ്രഷറാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈ പ്രഷറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും കൂടുതൽ അമോണിയ ഉണ്ടാകും. കൂടാതെ അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റ്, അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടാസ്യം ഓക്സൈഡ് K2O അതുപോലെ അലൂമിനിയം എന്ന് പറയുന്ന Al2O3 കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അങ്ങനെ വേഗം റിയാക്ഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് അമോണിയ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്
ഹേബർ പ്രോസസ് എന്ന് വിളിക്കുന്നത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹേബർ പ്രോസസ് ഫോർ ദി മാനുഫാക്ചറിങ് അമോണിയ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ബൈ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. N2 + 3H2 gives 2NH3 സെമിക്കോളൻ ഡെൽറ്റ FH = -46 kJ എന്നുള്ളതാണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ വാല്യൂ -46 kJ ആണ്. അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ് കുറയുന്നു. അതുകൊണ്ട് ലേ ഷാർട്ടർ പ്രിൻസിപ്പിൾ പ്രകാരം ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഉപയോഗിക്കുന്നു, കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതുക. കൂടാതെ ഈ കാണുന്ന ഒരു ഫ്ലോ ഡയഗ്രാം കൂടി നമ്മൾ അവിടെ ഒന്ന് വരച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഫ്ലോ ഡയഗ്രാം കൂടി നിർബന്ധമില്ല, എന്നാലും വരച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. നൈട്രജനും ഹൈഡ്രജനും ഈ കാണുന്ന പോലെ 2 ഇൻലെറ്റിലൂടെ കടന്നു വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് പ്രഷർ കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പ്രഷർ 200 ATM പ്രഷറിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് നേരെ താഴോട്ട് പോയിട്ട് എവിടത്തേക്ക് പോകുന്നു? കാറ്റലിക് ചേംബറിലേക്ക് പോകുന്നു. അവിടെ എന്തുണ്ട്? അയൺ ഓക്സൈഡ് ഉണ്ട്, പിന്നെ പൊട്ടാസ്യം ഓക്സൈഡ് ഉണ്ട്, അലൂമിനിയം ഉണ്ട്. എന്തുണ്ടാവുന്നു? ലിക്വിഡ് അമോണിയ ഉണ്ടാകുന്നു. കണ്ടില്ലേ? ഓക്കെ. ഇനി ഇവിടെ ലിക്വിഡ് അമോണിയ ഉണ്ടാകും. ഈ മിക്സർ എല്ലാവരും തമ്മിൽ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഉണ്ടാവണമെന്നില്ല. ചില അൺറിയാക്റ്റഡ് നൈട്രജനും ഹൈഡ്രജനും ഉണ്ടാവും. അതിനെന്ത് ചെയ്യുന്നു? ഒരു കംപ്രസർ ഉപയോഗിച്ച് മുകളിലോട്ട് വലിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? അതിനെ റിയാക്ഷൻ ചേംബറിലേക്ക് അടച്ചു വിട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യും? അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് അമോണിയ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വളരെ സിമ്പിൾ ആണ്. നൈട്രജനും ഹൈഡ്രജനും ഈ കാണുന്ന ഇതിലൂടെ അങ്ങോട്ട് കയറി പോകുന്നു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്തിട്ട് പ്രഷർ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. നേരെ താഴോട്ട് വന്നിട്ട് അവിടെ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നു. കാറ്റലിസ്റ്റ് ചേംബറിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് എന്ത് ആവുന്നു? അവിടെ അമോണിയ ഉണ്ടാകുന്നു. ക്ലിയർ? റിയാക്ട് ചെയ്യാത്ത നൈട്രജനും വീണ്ടും മകളിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് വീണ്ടും ഈ സൈക്കിളിലേക്ക് തന്നെ കയറി വരികയാണ്. റെഡി? ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ട് നമുക്ക് അമോണിയ പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് സ്ട്രക്ചർ ഓഫ് അമോണിയ ആണ്. അമോണിയയുടെ സ്ട്രക്ചർ ഇതാ നിങ്ങൾക്കറിയാം. ഈ കാണുന്നതാണ് അമോണിയയുടെ സ്ട്രക്ചർ അല്ലേ? അപ്പോൾ അമോണിയയുടെ സ്ട്രക്ചറിൽ എന്താണ്? ഒരു ട്രയാഗണൽ പിരമിഡൽ സ്ട്രക്ചർ ആണ് അമോണിയക്കുള്ളത്. നൈട്രജൻ അവിടെയുണ്ട്, 3 ഹൈഡ്രജനും ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ട്. പിന്നെ നൈട്രജന്റെ മുകളിൽ എന്താ കാണുന്നത്? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാണുന്നുണ്ട് അല്ലേ? ആകെ എത്ര ബോണ്ട് പെയർ ഉണ്ട്? 3 ബോണ്ട് പെയർ ഉണ്ട്. എത്ര ലോൺ പെയർ ഉണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. അതാണ് അമോണിയയുടെ ഒരു സ്ട്രക്ചർ. അതിന്റെ ഒരു പിരമിഡൽ ഷേപ്പാണ്, നമുക്ക് ട്രയാഗണൽ പിരമിഡൽ ഷേപ്പാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ. ഈ നൈട്രജന്റെ മുകളിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അമോണിയ എന്ന് പറയുന്നത് ഒരു ലൂയിസ് ബേസ് ആണ്. അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇലക്ട്രോൺ പെയർ ആവശ്യമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ലൂയിസ് ആസിഡ് വരികയാണെങ്കിൽ, ഈ അമോണിയ എന്ത് ചെയ്യും? തന്റെ കയ്യിൽ നൈട്രജന്റെ മുകളിലുള്ള ആ ഒരു ജോഡി ഇലക്ട്രോൺ അവർക്ക് കൊടുക്കും. അങ്ങനെ നൈട്രജൻ ഇലക്ട്രോൺ പെയർ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ലൂയിസ് ബേസ് എന്ന് വിളിക്കും. അപ്പൊ അമോണിയയുടെ സ്ട്രക്ചറും അമോണിയ എന്തുകൊണ്ടാണ് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മറന്നു പോകരുത്, പഠിക്കണം. റെഡി? യെസ്. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ വരക്കാൻ പഠിച്ചാൽ ഇതാ നോക്കിക്കോളൂ, എന്ന് വരച്ചു നോക്കിയേ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. നൈട്രജൻ 3 ഹൈഡ്രജൻ, നൈട്രജന്റെ മുകളിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. വൈ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് ലൂയിസ് ബേസ്? ഇറ്റ് ഈസ് ഹാവിംഗ് ട്രയാഗണൽ പിരമിഡൽ സ്ട്രക്ചർ. ഗെറ്റ് മീ? യെസ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അമോണിയയുടെ പ്രോപ്പർട്ടീസ് ആണ്. അമോണിയക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. വളരെ സിമ്പിളായ പ്രോപ്പർട്ടീസ് ആണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതാണ്, അമോണിയ ഒരു കളർലെസ് ആയിട്ടുള്ള പഞ്ചന്റ് സ്മെല്ലുള്ള ഒരു ഗ്യാസ് ആണ്. കളർലെസ് ആണ്, പഞ്ചന്റ് സ്മെല്ലാണ് അതിന് ഉള്ളത്. ഓക്കെ. ഇനി രണ്ടാമതാണ്, അമോണിയ എന്ന് പറയുന്നത് ഒരു ലൂയിസ് ബേസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അമോണിയയിൽ നൈട്രജന്റെ മുകളില് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആരെങ്കിലും അത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അമോണിയ റെഡി ആയിട്ട് ആ ഇലക്ട്രോൺ പെയർ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺ പെയർ ഡോണർ ആണ് അമോണിയ. അതുകൊണ്ടാണ് ഇതിനെ ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ്. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമോണിയ സോളിഡ് ആയിരിക്കുമ്പോഴും ലിക്വിഡ് അവസ്ഥയിലായിരിക്കുമ്പോഴും അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഹൈ ആണ്. അതിന് കാരണം എന്താ? ഈ കാണുന്ന പോലെ അമോണിയ മോളിക്യൂളുകൾ പരസ്പരം ഹൈഡ്രജൻ ബോണ്ടിനാൽ ലിങ്ക് ചെയ്യും. അമോണിയ ഹൈഡ്രജൻ ബോണ്ടിനാൽ ലിങ്ക്ഡ് ആവുന്നത് കൊണ്ടാണ്, പരസ്പരം ലിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് അമോണിയ സോളിഡ് ആയിരിക്കുമ്പോഴും ലിക്വിഡ് ആയിരിക്കുമ്പോഴും അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആവുന്നത്. അതാണ് അമോണിയയുടെ മറ്റൊരു പ്രോപ്പർട്ടി. ഇനി അമോണിയയുടെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്, അമോണിയ സാൾട്ടുമായി പ്രവർത്തിക്കുന്നു. അമോണിയ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? സാൾട്ടുകൾ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് അമോണിയ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് ഉണ്ടാവുന്നു. അതുപോലെ അമോണിയ സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന സാൾട്ട് ഉണ്ടാക്കുന്നു.
അപ്പോൾ അമോണിയക്ക് സാൾട്ടുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ് തുടങ്ങിയ സാൾട്ടുകൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവുമായി അമോണിയ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഓക്കെ, ഈ റിയാക്ഷൻ നിങ്ങൾ തെറ്റാതെ ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, ഇനി അമോണിയ എന്ന് പറയുന്നത് വാട്ടർ സോളിബിൾ ആയ ഒരു സാധനമാണ്. അമോണിയ വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യും? ഒരുപാട് അമോണിയം അയോൺ ഉണ്ടാകും. അതുപോലെ ഒരുപാട് ഹൈഡ്രോക്സിൽ അയോണും ഉണ്ടാകും. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് അവിടെ ഫോം ചെയ്തു എന്നർത്ഥം. ഈ ഹൈഡ്രോക്സിൽ അയോൺ ആകുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? ബേസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വീക്കായ ബേസ് ആണ്. കാരണം അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാ അമോണിയം ഹൈഡ്രോക്സൈഡും കംപ്ലീറ്റ് ആയിട്ട് അമോണിയവും ഹൈഡ്രോക്സിൽ അയോണുമായിട്ട് ഡീകമ്പോസ് ചെയ്യണം എന്നില്ല. പാർഷ്യൽ ഡീകമ്പോസിഷൻ ആണ് അമോണിയം ഹൈഡ്രോക്സൈഡിന് സംഭവിക്കുന്നത്. അതുകൊണ്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്കായ ബേസ് ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്സിൽ അയോൺ ഉള്ളത് കൊണ്ടാണ് ബേസ് ആണെന്ന് പറയുന്നത്. പക്ഷേ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്കായ ബേസ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ പ്രകാരം അമോണിയ വെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ അമോണിയം അയോണും ഹൈഡ്രോക്സിൽ അയോണും ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഒരു വീക്ക് ബേസ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ്. റെഡി? യെസ്. ഇനി അമോണിയയുടെ വെള്ളത്തിൽ ചേർന്ന സൊല്യൂഷനായ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് മെറ്റൽ സാൾട്ടുകളെ ഹൈഡ്രോക്സൈഡുകളായിട്ടും ഹൈഡ്രേറ്റഡ് ഓക്സൈഡുകളാക്കി മാറ്റും. ഉദാഹരണത്തിന് സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന മെറ്റൽ സാൾട്ട് എടുത്തിട്ട് അത് അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് പോലെ സിങ്ക് ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കും. അതുപോലെ അയൺ ക്ലോറൈഡ് എന്ന് പറയുന്ന മെറ്റൽ സാൾട്ട് അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ഉണ്ടാക്കും. Fe2O3XH2. നേരത്തെ ZnOH ടോയ്സ് ആണ് ഉണ്ടായത്. എന്താണ് ഹൈഡ്രോക്സൈഡും ഹൈഡ്രേറ്റഡ് ഓക്സൈഡും തമ്മിലുള്ള വ്യത്യാസം? ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ OH മൈനസ് അയോൺ ഉള്ളതാണ്. സിങ്ക് ഹൈഡ്രോക്സൈഡിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ Zn2+ഉം OH മൈനസും ആണ് ഉണ്ടാവുക. അതാണ് ഹൈഡ്രോക്സൈഡുകൾ. എന്നാൽ ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അതേപടി ഒരു ഡോട്ട് ഇട്ടിട്ട് നമ്മൾ എഴുതും. ഓക്സൈഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അയണിന്റെ ഓക്സൈഡായ Fe2O3 എന്ന് പറയുന്ന അയൺ ഓക്സൈഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. .XH2. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഒരു ഡോട്ട് ഇട്ടിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിനെ ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിവിടെ പഠിക്കേണ്ടത് അമോണിയത്തിന്റെ ഒരു വാട്ടർ സോളുബിളായ കോമ്പൗണ്ടായ അമോണിയം ഹൈഡ്രോക്സൈഡ് മെറ്റൽ സാൾട്ടിനെ ഹൈഡ്രോക്സൈഡുകളായിട്ടും ഹൈഡ്രേറ്റഡ് ഓക്സൈഡുകളാക്കിയും മാറ്റുന്നു. എന്ത്? അമോണിയയുടെ ഒരു സാൾട്ടായ അമോണിയയുടെ ഒരു വാട്ടർ സൊല്യൂഷനായ അമോണിയം ഹൈഡ്രോക്സൈഡ് മെറ്റൽ സാൾട്ടുകളെ ഹൈഡ്രോക്സൈഡുകളായിട്ടും ഹൈഡ്രേറ്റഡ് ഓക്സൈഡുകളാക്കി മാറ്റുന്നു. സിങ്ക് സൾഫേറ്റിനെ സിങ്ക് ഹൈഡ്രോക്സൈഡ് ആക്കി മാറ്റുന്നു. ഫെറിക് ക്ലോറൈഡിനെ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആക്കി മാറ്റുന്നു. റെഡി? യെസ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അമോണിയ എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണ്, അല്ലേ? അപ്പൊ ലൂയിസ് ബേസ് ആയ അമോണിയ കോപ്പർ അയോൺ, സിൽവർ അയോൺ തുടങ്ങിയവരുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അമോണിയ തന്റെ കയ്യിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉടനെ ആർക്ക് കൊടുക്കും? ഈ കോപ്പർ അയോണിന് കൊടുക്കും. അതുപോലെ സിൽവർ അയോണിനൊക്കെ കൊടുക്കും. അപ്പോഴവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ടുകളെ കോംപ്ലക്സുകൾ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. നിങ്ങൾ ആ ചാപ്റ്റർ മുമ്പേ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ കോംപ്ലക്സുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയ സഹായിക്കുന്നു എന്നാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. അപ്പൊ മെറ്റൽ അയോണുകളായ കോപ്പർ 2+, അതുപോലെ സിൽവർ പ്ലസ്, ഇതൊക്കെ കോംപ്ലക്സുകൾ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ക്യാരക്ടറിസ്റ്റിക് കളർ ഉണ്ടാവും. അപ്പൊ മെറ്റൽ അയോണിനെ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അതിനകത്തേക്ക് നമ്മൾ അത്തരം മെറ്റൽ അയോണുള്ള അൺനോൺ ആയിട്ടുള്ള സാൾട്ടിനകത്തേക്ക് നമ്മൾ അമോണിയ ഒഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴവിടെ ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ഒരു കളർ വരും. ആ വരുന്ന കളറിൽ നിന്നും അത് ഏത് മെറ്റൽ അയോൺ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ റിയാക്ഷന്റെ ഒരു പ്രത്യേകത. ഉദാഹരണത്തിന് കോപ്പർ സൾഫേറ്റ് നമ്മൾ എടുത്തു. നമുക്കറിയാം കോപ്പർ 2+ഉം SO4 2- തമ്മിൽ പ്രവർത്തിച്ചാലാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടാവുക. ആ കോപ്പർ സൾഫേറ്റ് ഈ റിയാക്ഷൻ കാണുന്ന പോലെ അമോണിയമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഉടനെ എന്തുണ്ടാവും? CuNH3 4 ടൈംസ് എന്ന് സ്ക്വയർ ബോക്സിനകത്ത് എഴുതിയിട്ട് പുറത്ത് SO4. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുന്നൊരു രീതി. അത് നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കുപ്രാമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട്, അല്ലെങ്കിൽ ടെട്രാമീൻ കോപ്പർ 2 സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. അതിന്റെ കളർ എന്താണ്? അതിന്റെ കളർ ബ്ലൂ കളറാണ്. അപ്പൊ ബ്ലൂ കളർ ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണ്? കോപ്പർ അയോണാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളത്. അതുപോലെ നമ്മൾക്കറിയാം സിൽവർ ക്ലോറൈഡ് AgCl, Ag+ഉം Cl- തമ്മിൽ കൂടിച്ചേർന്നാണ് AgCl. ആ AgCl അമോണിയക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ AgNH3 ട്വൈസ് സ്ക്വയർ ബോക്സിനകത്ത് പുറത്ത് Cl എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും.
അതൊരു കളർലെസ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് കളർലെസ് ആയ കോംപ്ലക്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് സിൽവർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ മെറ്റൽ അയോണിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയയുമായിട്ടുള്ള പ്രവർത്തനം സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അമോണിയ react with metal ions to form complexes which having characteristic color which helps to detect that element. Yes, clear? Okay, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടികളാണ് അമോണിയക്ക് ഉള്ളത്. അമോണിയയുടെ പ്രോപ്പർട്ടികൾ 1 by 1 ആയിട്ട് പറയാം. ഒന്ന്, കളർലെസ് ഗ്യാസ് ആണ്, പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ് ആണ്. 2, അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ്. 3, അമോണിയക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. 4, അമോണിയം ആസിഡുമായി പ്രവർത്തിച്ച് സാൾട്ടുകൾ ഉണ്ടാക്കുന്നു. 5, അമോണിയ വാട്ടറിനകത്തിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യുന്നു. 6, അമോണിയം ഹൈഡ്രോക്സൈഡ് മെറ്റൽ സാൾട്ടുകളെ ഹൈഡ്രോക്സൈഡുകളും ഹൈഡ്രേറ്റഡ് ഓക്സൈഡുകളുമാക്കി മാറ്റുന്നു. ദ ലാസ്റ്റ് വൺ, അമോണിയ കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നതിലൂടെ ആ മെറ്റൽ അയോൺ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അമോണിയയുടെ യൂസസിലേക്ക് പോവുകയാണ്. എന്താണ് അമോണിയയുടെ യൂസസ്? അമോണിയ വേരിയസ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രേറ്റ് തുടങ്ങിയ ഫെർട്ടിലൈസറുടെ നിർമ്മാണത്തിൽ അമോണിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ അതിന്റെ യൂസേജ് ആണ് അമോണിയ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷനിൽ അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അമോണിയ ഒരു റഫ്രിജറന്റ് ആണ്. ഇതാണ് 3 പ്രധാനപ്പെട്ട അമോണിയയുടെ യൂസുകൾ. ഇനി നമ്മൾ ഈ ഒരു ഫോക്കസ് പോയിന്റിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന 3 ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. 3 ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്നാമത്തെ ചോദ്യമാണ്, വൈ ഡസ് അമോണിയ ആക്ട് ആസ് എ ലൂയിസ് ബേസ്? രണ്ടാമത്തെ ചോദ്യമാണ്, മെൻഷൻ ദ കണ്ടീഷൻസ് റിക്വയർഡ് ടു മാക്സിമൈസ് ദ yield ഓഫ് അമോണിയ. മൂന്നാമത്തെ ചോദ്യമാണ്, ഹൗ ഡസ് അമോണിയ റിയാക്ട് വിത്ത് സൊല്യൂഷൻ ഓഫ് കോപ്പർ 2+ അയോൺ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ലൂയിസ് ബേസിന്റെ ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം അറിയാം, ഞാൻ വീണ്ടും പറയുന്നില്ല. രണ്ടാമത്തെ ചോദ്യമാണ് കണ്ടീഷൻസ് ഫോർ മാക്സിമൈസ് ദ yield ഓഫ് അമോണിയ. ലേഷാർട്ടർ പ്രിൻസിപ്പിൾ പ്രകാരം ഹേബർ പ്രോസസ്സിൽ ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ 700 കെൽവിൻ എന്ന് പറയുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചറും ഹൈ പ്രഷർ എന്ന് പറയുന്ന 200 അറ്റ്മോസ്ഫിയർ പ്രഷറും ഉപയോഗിക്കുക. പിന്നെ കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് എഴുതാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, അമോണിയ മെറ്റൽ അയോണുമായി പ്രവർത്തിക്കുമ്പോൾ കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നു. ആ കോംപ്ലക്സിന് ക്യാരക്ടറിസ്റ്റിക് കളർ ഉണ്ട്. ആ കളർ ആ മെറ്റലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഫോക്കസ് പോയിന്റുകൾ 1 by 1 ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പി ബ്ലോക്കിന്റെ അടുത്ത ഫോക്കസ് പോയിന്റുമായി ഉടൻ തന്നെ കാണാം. എല്ലാവരും ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് www.ftachemmagic.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.